നോക്കണം, ഓരോ ദിവസം വെറൈറ്റി സാധനങ്ങളായിട്ടാണ് ഫൈറ്റ്. ഒരു കുഞ്ഞ് ഒരു രക്ഷയില്ല. നോക്കി കത്തിച്ച് വിട്ടല്ലേ, അത് വെറൈറ്റി സാധനം. നൈസ്. വാവ്, സ്വർഗത്തിലെത്തിയണ കൊണ്ട് എന്താ ഇവിടെ സംഭവം? അല്ല, മൊത്തം ഗോൾഡൻ ഫിനിഷ് ആണ്, ഗോൾഡൻ കളർ തിളങ്ങുന്നു. കൊള്ളാം. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഗോഡ് ഓഫ് വാർ റാഗ്നറോക്ക്. നമ്മൾ പാർട്ട് 3 ആണെന്ന് കളിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇതിനകത്ത് വെറൈറ്റി എക്സ്പീരിയൻസ്. ആദ്യം നമുക്ക് ഞാൻ എൻ്റെ ഗ്രാഫിക്സ് ഒന്ന് കുറച്ചിടട്ടെ, കാരണം ആകെ 16 GB റാമേ ഉള്ളൂ. സ്ക്രീൻ റെക്കോർഡും കൂടെ ചെയ്യുമ്പോൾ അതങ്ങോട്ട് നടക്കത്തില്ല, കറക്റ്റായിട്ട് ഷട്ടറിങ് വരാൻ സാധ്യതയുണ്ട്. അൾട്രാ ഗ്രാഫിക്സിലാണ് കളിക്കുന്നത്, അത് നമുക്കൊന്ന് ഹൈലൈറ്റ് കളിക്കാം. ഇവിടെ ആദ്യം കരടിയായിട്ടൊരു ഫൈറ്റ്, പിന്നെ തോറുമായിട്ടൊരു ഫൈറ്റ്, ഇപ്പോൾ അതാ എന്തോ 3-4 കാലുള്ള മനുഷ്യനുമായിട്ട് അങ്ങോട്ടൊക്കെയാണ് ഫൈറ്റ് നടന്നു. തീന്ന് വെച്ചാൽ തീ. ഐ ലൈക്ക് ദിറ്റ് വെരി 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 മച്ച്. ഓക്കെ, ഇതിപ്പോൾ എന്തോ ബ്ലേഡ് ഓഫ് കെയോസ്, അതിനകത്ത് തീയം കണ്ടിരിക്കുന്ന എന്തോ സംഭവമാണ്. കത്തുന്നുണ്ട് കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇവിടെ ഐസാണ്. ഇവിടെ നമ്മൾ ഈ ബ്ലേഡ് ഓഫ് കെയോസ് ഇട്ടിട്ട് തീ വെച്ചോണം പരിപാടി നടത്താൻ. അത് കഴിഞ്ഞ് ചൂടുള്ള റലത്തിലോട്ടാണ് പോകണമെങ്കിൽ അവിടെ വെച്ച് ഫൈറ്റ് വരുമല്ലോ. അപ്പൊ നമ്മൾ ലെവിയത്തിനെ ആക്സ് ഉപയോഗിക്കണം. അതാകുമ്പോൾ തണുപ്പിക്കുന്ന സാധനം. ചൂടുള്ള സ്ഥലത്ത് തണുപ്പുള്ള സ്ഥലത്ത് ചൂട് വെച്ചോണം ഫൈറ്റ് ചെയ്യാം. നൈസ് ലോജിക്, ലൈക്ക് ഇറ്റ്. സാധനം അത് അതാരാ തൂങ്ങി കിടക്കുന്ന? അങ്ങോട്ട് ഇറങ്ങി വേണം അവിടെ തൂങ്ങി കിടക്കുന്നത്. ഒളിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, അതായത് ചില എനിമീസ് ഈ ആക്സിനെ റെസിസ്റ്റ് ചെയ്യും. അവർ ഫ്രോസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഓൾറെഡി അതിന്റെ പവറുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഇവരെ കൊല്ലാനായിട്ട് ഈ ഫയറിംഗ് പവറുള്ള ലെവിയത്തൻ ആക്സ് ഉപയോഗിക്കണമെന്നല്ല, ഈ ബ്ലേഡ് ഓഫ് കെയോസ് യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഗോഡ് ഇറ്റ്. ഇവിടെ ആക്സിന് പകരം ഇത് യൂസ് ചെയ്യണം, കാരണം അവർക്ക് ആക്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഷീൽഡ് കണ്ടുണ്ടെന്ന്. നമ്മൾ വലിക്കുന്നതിന് മുന്നേ അവനെ വേറെ ആരോ വലിച്ചോണ്ട് പോയി. പറഞ്ഞു കേട്ടോ, ദൈവത്തെക്കാളും സ്ട്രോങ്ങും ഡേഞ്ചറസ് ആയിട്ടുള്ള എന്തോ സംഭവമാണ് അതിനെ വലിച്ചോണ്ട് പോയെന്നാ പറയുന്നത്. ചത്തോ ഇത്? ഇല്ലടാ, അതൊക്കെ വെറുതെ ചത്ത പോലെ കിടക്കുക. ഞാൻ വെറുതെ അടിച്ചു നോക്കിയതാ. അറ്റാക്ക് വേറും കൊള്ളത്തങ്ങട്ട് എണീക്ക്. ഇല്ല, അടിക്കണ്ട. അവനിങ്ങനെ പൊക്കി എന്നെ കൊല്ല. ബ്രോൺസ് സ്റ്റാർ കംപ്ലീറ്റ്. ഓക്കെ, ഇതിനകത്ത് ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? പബ്ജിയിലേക്ക് നമ്മള് ബ്രോൺസ് ഗോൾഡ് ആവുന്നതിനെ കാണാൻ തോന്നുന്നുണ്ട്, പക്ഷെ ഇത് ഓൺലൈൻ ഗെയിം ഒന്നുമല്ലല്ലോ. പോട്ടെ, വട്ടെവർ, ലെറ്റ്സ് ഗോ. ഓക്കെ, ബൈ ദ ബൈ, നമ്മൾ അങ്ങോട്ട് പോണേന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മളിപ്പോ ഒടിന് തോറുവാണല്ലോ ഇതിനകത്ത് മെയിൻ വില്ലന്മാര്. അപ്പൊ അവരെങ്ങാണ്ട് വേറെ ഏതൊരു ദൈവത്തിനെ എവിടെ പൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അവരെ കൊന്നു എന്നാണ് പുറത്ത് വിട്ടിരിക്കുന്നത്. അപ്പം ഇവര് പറയാല്ല, കൊന്നിട്ടില്ല, എവിടെ പൂട്ടി വെച്ചേക്കും. അതിന്റെ ക്ലൂവാ, സീക്രട്ടാ, എന്തോ മാപ്പാ കാര്യങ്ങൾ എങ്ങാണ്ട് നോക്കുന്ന എന്തോ എവിടെ ഉണ്ട്. അത് തപ്പി പോവാണ് നമ്മളിപ്പം. ഓക്കെ, അതിനിടയിലാണ് ഈ കൊച്ചു പിള്ളേരോട്ടുള്ള ഫൈറ്റ്. ഈ ലെവിയത്തൻ ആക്സസ് നമുക്ക് ഒരാളെ കൊല്ലാൻ പറ്റും. ഇത് വെച്ചിട്ട് 2-3 പേരെ ഒരുമിച്ചടിക്കാം. യെസ്, പവർ ബൂസ്റ്റ് കിട്ടി കേട്ടോ. ഞെക്കി ഉടനെ നൈസ്. ഒരുത്തനെ കൊല്ലാൻ പവർ ബൂസ്റ്റ് വേണ്ട, എനിക്ക് 3 പേര് വരുമ്പോൾ നമുക്ക് പവർ ബൂസ്റ്റ് എടുക്കാം. ഒരു ഇടിക്കേ ഉള്ളൂ അവനൊക്കെ. നൈസ്. ഇനി ആർക്കാണ് വേണ്ടത്? പൊന്നെ തീയടാ, ജസ്റ്റ് ഒരു ഒറ്റ ഇടി, അതിനകത്ത് അവന്മാര് തീർന്ന്. ഇവിടുന്ന് സംഭവം. ഓക്കെ, ഇത് നമുക്ക് ആ തൂണെടുത്ത് ഇങ്ങോട്ടേക്ക് ഇടണം, എന്നിട്ട് അതിന്റെ മണ്ടേ കൂടെ ചാടി പോവാനാ. കണ്ടാ, നൈസ്. അങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ എനിമീസ് ഫുള്ള് വെറൈറ്റി സാധനങ്ങൾ, ഓരോരോ ബോസുകളാണ്. ബോസുകളായിട്ടുള്ള ഫൈറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഗെയിമിൽ കാണാത്ത, നമ്മളെ ബ്ലാക്ക് മിത്ത് തൂക്കെങ്കിലൊക്കെ ഉള്ളതൊക്കെ വെറൈറ്റി ബോസുകളാണ്. അവിടെ അത് ചെറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട്, പൊട്ടിക്കാൻ അവന്മാർ പറഞ്ഞത്. ഇനി റോപ്പ് വലിക്കാൻ പറ്റും. ഓക്കെ, മേലോട്ട് താഴോട്ടാണോ? അല്ല, മേലോട്ട് തന്നെ. കൊണ്ട് പണിയെടുപ്പിക്കുമോ? ഓക്കെ, ഫുള്ള് ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി ഓക്കെ, അതിന്റെ ആ ഒരു ആനിമേഷൻ സൂപ്പറാട്ടോ. അത് ബാക്കിൽ നിന്ന് കയ്യിലോട്ട് തിരിച്ചു വരുന്നതും എവിടെയെങ്കിലും എടുത്ത് ത്രോ ചെയ്തതിന് ശേഷം തിരിച്ച് കയ്യിലോട്ട് വരുന്നതൊക്കെ നൈസ്. താഴെ എന്തോ ക്യാമ്പ് കണക്ക് കാണുന്നുണ്ട്. ഇവിടെ മിക്കവാറും ഒരു ഫൈറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞില്ലേ, ഫ്ലെയിം വിൾസിന് കാറ് ഞെക്കിയ തീവരെന്ന് പറയുന്നത്. പക്ഷെ അതൊക്കെ നമുക്ക് പിന്നെ സെറ്റാക്കാം, അന്ന് ടെസ്റ്റ് ചെയ്യാനുണ്ട്. തൽക്കാലം നമുക്ക് ഓമാരെ കിട്ടില്ല. വെറുതെ അടിച്ചാലും ഇതിനകത്ത് തീ പിടിക്കുന്നുണ്ട്, പിന്നെ വെറുതെ എന്തിനാ?
ബ്ലേഡ് ഓഫ് കേസ് നൈസ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതിനകത്ത് ഒരുപാട് വെറൈറ്റി അറ്റാക്കിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ തന്നെ ആവശ്യമുള്ളൂ. ഈ ഒരു ഒറ്റ അടിക്കുമ്പോൾ തന്നെ 3 പേര് ചുറ്റിനും ഉണ്ടെങ്കിൽ അവന്മാർ അപ്പോഴും തീരുന്നുണ്ട്. നമുക്ക് വെറൈറ്റി അറ്റാക്കിൻ്റെ ആവശ്യമില്ല. സിംഗിൾ എനിമി വന്നിരിക്കുമ്പോൾ വെറൈറ്റി അറ്റാക്ക് യൂസ് ചെയ്യാം. വെച്ച് പോയണ്ട, അവന്മാർ ഇത്രേ ഉള്ളൂ. വാ ഞാൻ വരുന്നു. ശരി ഇതിൽ പോയി കഴിഞ്ഞാൽ തീർന്നു. ബാറ്റിൽ ഗ്രൗണ്ട് ഇട്ട് പുറത്ത് പോരും. ലൈഫ് എടുത്തിട്ടുണ്ട്. അത് ശരി. ബാക്ക് നേരെ തീ ഇടുന്നുണ്ട്. അതാ ഇവള് തന്നെ, ഇവൾ ആദ്യമേ എടുത്തോളെ. എല്ലാം അടിച്ച് വെളിയിൽ കളഞ്ഞാലും മതി. മണ്ടേ നിർത്തി തീ ഇടുന്നുണ്ട്. ഇവനെ എടുത്തിട്ട് വേണം അവളെ പോയി തീർക്കാൻ. അവിടെ ഇങ്ങനെ ഡെയറിൽ നിർത്തി അടിച്ച് കൊന്നുളഞ്ഞത്. ഇനി നിനക്കുള്ളത് ഇപ്പൊ തരാം. ബാ, കുറെ നേരമായി എന്റെ മണ്ടേ നിന്നുകൊണ്ട്. ഹലോ സുഖല്ലേ? ആക്സ് എത്തുന്നില്ലല്ലോ. ആ കുറ്റി കുറച്ചുകൂടി സൈഡിലോട്ട് ഒന്ന് നോക്കാം. എന്നാ പിടിച്ചോ. ഇവന് ആക്സ് മതിയാവും കേട്ടോ. അത് തന്നെ കളി. അത് തന്നെ ഫ്രോസൺ ഇതൊന്നും കൊടുക്കാം. കഴിഞ്ഞില്ലേ? അതായത് ഈ ബ്ലേഡ് ഓഫ് കെയോസ് അത്രയും ദൂരം പോകത്തില്ല. പക്ഷെ ആക്സ് ആകുമ്പോൾ എടുത്ത് എറിയാൻ പറ്റും. ബ്ലേഡ് ഓഫ് കെയോസിൽ ചെയിൻ കിടക്കില്ല കയ്യിൽ. അപ്പോൾ ചെയിനിൽ തട്ടി ഇടിച്ചടന്നു. ശരിക്കും ഇതിനകത്ത് ഇവിടുന്ന് ഇങ്ങനെ ഹീൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഓപ്ഷനൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. കണ്ടപ്പോൾ ലൈഫ് അറിയുന്നു. മറ്റേത് അറിയാതെ പകുതി ലൈഫ് ഒരു ഫൈറ്റ് കഴിയുമ്പോൾ 1 HP ആവും. ആ 1 HP വെച്ച് പോയിട്ട് നമ്മൾ ബോസുമായിട്ട് ഫൈറ്റ് എടുക്കണം. അപ്പോൾ അത് പഠിച്ചപ്പോൾ ഒരു ആശ്വാസം. അടുത്ത ഇവിടെ കിടന്ന് തൂങ്ങുന്നുണ്ട്. മോനെ വാ. ആ കറങ്ങി അടിച്ചടിയാണ് സിംഗിൾ എനിക്ക് നമ്മൾ കൊടുക്കുന്നത്. ഒരുപാട് ആൾക്കാർ വരുമ്പോൾ നമ്മളെ സാധാ ഫൈറ്റ് എടുത്താൽ മതി. ഇതാകുമ്പോൾ 2 പേരെ ഒരു സമയത്ത് അടിക്കാം. കഴിഞ്ഞാ അവിടെ അങ്ങോട്ട് വെറുതെ നിന്ന് അടിവാങ്ങല്ലേ. വരുന്ന് കൊന്നാലും എന്നെ തൊടാൻ പോലും പറ്റത്തില്ല. ലൈഫ് എടുക്കട്ടെ. ഇവിടെ വലിയ ഫൈറ്റ് എടുക്കാൻ സാധ്യതയുണ്ട്. കാരണം നല്ലൊരു ഹണ്ടിങ് ഗ്രൗണ്ട് ആണിത്. കണ്ടില്ലേ? ഇവിടെ ആകെ 2 പേരെ വന്നുള്ളൂ. ഐ ഫീൽ സസ്പീഷ്യസ്. ഇവിടെ തുളച്ചങ്ങൾ എത്ര ആർമറി കൂടാ. ആരത് വലിച്ചോണ്ട് പോണാ കുതിരേ. എന്റെ പൊന്നി, കുതിര വലിച്ച് ഷീൽഡ് ഇസ് ബ്രോക്കൺ ആൻഡ് വിൻഡോസ് ബ്ലോക്ക്. ഓക്കെ സൂപ്പർ. നമ്മുടെ ഷീൽഡ് പൊട്ടിപ്പോയി. അവള് ചവിട്ടി പൊട്ടിച്ചെന്ന് തോന്നുന്നുണ്ട്. ഇനി ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അപ്പൊ പിന്നെ ഒഴിഞ്ഞു മാറി തന്നെ അടിക്കണം. ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. നിൽക്കുന്നുണ്ട്. ബ്ലോക്കില്ല ബ്രോ. അപ്പൊ പിന്നെ അടി കൊള്ളും. ഒരു രക്ഷയില്ല. ബ്ലേഡ് ഓഫ് കേസ് ആയതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. സുഖമായിട്ട് എടുക്കാം. അത്ര ക്ലോസ് റേഞ്ച് പോകണ്ട. കണ്ട ഇങ്ങനെ ലോങ് ഒന്ന് അടിക്കാൻ പറ്റും. എന്താണ് ഇത് കത്തിക്കുന്ന അവൾ എടുത്തിട്ടിട്ട്? ഒന്നിനൊന്ന് ഓരോ ബോസ് വരുമ്പോ ഡേഞ്ചറായി വരുവാണല്ലോ. അവിടെ നന്നായിട്ട് ഒഴിഞ്ഞു വരുന്നുണ്ട്. നമ്മളെക്കാളും നല്ല സ്പീഡും കൂടിയാണ്. മറിയോ ബ്ലോക്ക് കിട്ടില്ല. ഒന്നുകൂടെ കൊണ്ടാ ചാവും. 1 HP ആയി. ചാവുന്നതിന് പിന്നെ പരമാവധി ശ്രമിക്കാം. ഇല്ലടാ, ഞാൻ ഒഴിഞ്ഞു മാറി ബാക്കിലോട്ട് പോയപ്പം കുതിരയല്ലേ, ബാക്കിൽ നിന്ന് ബാക്കുകാരെ കൊണ്ടൊരു ചവിട്ടി കിട്ടി. പിൻവാതിൽ കൂടെ ചവിട്ടി വെളി കളഞ്ഞു. ഒരു ട്രൈയും കൂടെ ഇതിനകത്ത് ഞാനവിടെ തൂക്കിയിരിക്കും. എന്നല്ലേ 2 കൈ നോക്കാം. നമുക്ക് ഫുൾ HP ഉണ്ട്. സൈഡിലൊക്കെ ലൈഫ് ഉണ്ട്. ഓക്കെ ഇവിടെ അതിന്റെ ഹോൺസ് ബ്ലോ ചെയ്യുന്നുണ്ട്. അതതിന്റെ വീക്ക് പോയിന്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ അപ്പൊ അവിടെ അടിച്ചു കഴിഞ്ഞാൽ അവള് വേജാവും. പക്ഷെ നമ്മൾ അവളെ അങ്ങനെ കൊല്ലത്തില്ല. അവളെ അടിച്ച് ഇഞ്ചിന്റെ കൊന്നതിന് ശേഷം ചാവാറാവുമ്പോൾ അവളെ വീക്ക് പോയിന്റ് ആയ ഹോണിൽ നമ്മൾ അടിക്കും. എന്തെങ്കിലും എടുത്ത് ഹോണിൽ എറിഞ്ഞു കൊടുത്താൽ മതി. ഞാൻ അവളെ വീക്ക് പോയിന്റ് തൊടാതെ സ്ട്രെങ്ത് പോയിന്റ് തൊട്ട് തന്നെ കൊല്ലും. ഇങ്ങനെ അടിപിടിച്ചാൽ നടക്കൂല കേട്ടോ. യെസ്, ഫസ്റ്റ് ബാർ കുറയ്ക്കാറായിട്ടുണ്ട്. ആകെ 3 ബാറേ ഉള്ളൂ. അവിടെ അത്യാവശ്യം അടി കൊള്ളുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. ബാക്കി കൂടെ പോയിട്ട് അടി കിട്ടുക. ഷീൽഡ് ഇല്ലാത്തോണ്ടാ. അതെങ്ങനെയുണ്ട്? തോറിനെ അടിച്ചോട്ടി ചപ്പയാണ് നിന്നെ. ഇതൊക്കെ എന്ത് ഒഴിഞ്ഞുമാറി അവളെ ബാക്കിൽ പോയാൽ ചവിട്ട് കിട്ടും. ഇനി മേലെ ബാക്കിൽ പോരുത്.
ലൈഫ് എടുക്കാം. നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. HP പകുതി ആയിട്ടുണ്ട്. നാഞ്ഞു പിടിച്ചാൽ കിട്ടും. എന്തോടാ അത് ഒരുമാതിരി നക്ഷത്രം വീണാണല്ലോ കൊല്ലുന്നത്. ഇനിയിപ്പോൾ എത്ര ഹാഫ് HP കൂടിയേ ഉള്ളൂ, നമ്മളെ തൂക്കാൻ പറ്റും. അതും ബ്ലോക്ക് ചെയ്തു. കൊടു കൊടു കൊടു. അതായത് അവളെ കൊമ്പ് അതെങ്ങനെയുണ്ട് ഒഴിഞ്ഞു മാറിയത്. അവളെ കൊമ്പ് ഗ്ലോ ചെയ്യുന്നുണ്ട്. ആ കൊമ്പിലടിച്ചു കഴിഞ്ഞാൽ വേഗം ചാവുന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കത് വേണ്ട. നമുക്ക് അവളെ വീക്ക് പോയിന്റിൽ അടിക്കാതെ സ്ട്രെങ്ത് ഉള്ള പോയിന്റിൽ തന്നെ അടിച്ച് അവളെ എച്ചിലാക്കി ചാവാറാകുമ്പോൾ കൊമ്പിൽ അറ്റാക്ക്. ഓക്കെ, തീരാറായിട്ടുണ്ട്. ഇനി അധികമൊന്നുമില്ല. ആർക്കോ ഇതോ അത്രയുള്ളൂ. ഞാൻ ആ ഒരു വെപ്രാളം അങ്ങ് മാറ്റി നിർത്തി. ഇനിയിപ്പോൾ പതുക്കെ സമാധാനത്തിൽ കൊല്ലാം. നമ്മൾ അങ്ങോട്ടൊന്നും അടിച്ചില്ലെങ്കിലും ഇങ്ങോട്ടൊന്നും കൊള്ളായിരുന്നാൽ മതി. മതി പതുക്കെ കളിച്ചത്, ടെൻഷനില്ല. ചാവാറായി. നൈസായിട്ട് എന്നാൽ കൊല്ലാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് കൊമ്പിൽ അറ്റാക്ക് ചെയ്യാൻ. ചാവാറായിട്ടുണ്ട്. ഇവിടല്ലേ ഇങ്ങ് ബാ. ഒന്നും കുഴപ്പമില്ല, നമുക്ക് ആവശ്യം അത്രയില്ല. കൊമ്പിൽ കൊണ്ടപ്പോൾ അങ്ങ് വീണുണ്ടോ. നൈസ്. ഷീൽഡ് ഉണ്ട്. അടുത്ത് പോയിട്ട് ഓക്കെ അല്ല. പിന്നെ എത്ര നേരം എന്നെ എടുത്തിട്ട് പടാപ്പടി എടുത്തേക്കാണെന്ന് അറിയോ. ഈഗോടെ പ്രശ്നമായതുകൊണ്ടാണ് നമ്മൾ വീക്ക് പോയിന്റിൽ അടിക്കാതെ സ്ട്രെങ്ത് പോയിന്റിൽ അടിച്ചു പോകുന്നത്. ഇങ്ങനെ ചലഞ്ചീവായിട്ട് കളിച്ചാലേ ഒരു സുഖമുള്ളൂ. ഇതുപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്താലേ പുതിയ പുതിയ ആൾക്കാരുടെ വീഡിയോ എത്തുള്ളൂ. എന്നാലും നമ്മളെ ചാനൽ ഗ്രോ ആവുള്ളൂ. ചെറിയ ചാനലൊക്കെ ഗ്രോ ആയിട്ട് വരാൻ നല്ല പാടാ. യൂണിക് അറ്റാക്സ് എന്തോ പുതിയൊരു അച്ചീവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് കുറേണ്ടല്ലോ, ഒന്ന് വായിക്കാൻ വയ്യ. ബാ, ആക്ച്വലി നമ്മളെ വരാനായിട്ട് ഉദ്ദേശിച്ച സ്ഥലം ഇതാണ്. ഫൈനലി നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അട്രേസ് വിചാരിച്ചാലേ തുറക്കാൻ പറ്റുള്ളത്. അട്രേസ് മൊത്തം വിളിച്ചോണ്ടോ. പുതിയ റലത്തിലോട്ട് പോണതാണോ? ഓക്കെ, ക്രാറ്റോ. ഒരു പേടിയില്ലാത്ത ക്രാറ്റോസാ. സ്വന്തം മോൻ അങ്ങോട്ട് പോയപ്പോ ഒരു ഫാദറിനെ പോലെ ഒരു പേടി. അങ്ങോട്ട് പോയില്ലേ മോനെ അവനുണ്ടോ കേൾക്കുന്നത്. ക്രാറ്റോസിന്റെ ബ്ലഡ് അല്ലേ കേൾക്കും തോന്നുന്നുണ്ടോ എനിക്ക്. ഇവിടെ എത്തിയിട്ടുണ്ട്. വാവ് വാവ്, സൂപ്പറാ. പഴയ ഈജിപ്ഷ്യൻ ഫീല്, മൊത്തം ഗോൾഡൻ ഫിനിഷ്. നൈസ്. നോക്കിയേ, ഗോൾഡൻ ഗ്ലോ ഒക്കെ നല്ല അടിപൊളിയായിട്ടില്ലേ. എന്തോ സീക്രട്ട് സ്റ്റോറീസ് എന്നാ പറയുന്നത്. ഇതിനകത്ത് എന്തോ സീക്രട്ട് സ്റ്റോറീസ്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ടാണ് മറ്റവന്റെ സത്യം എന്താന്ന് ഇവര് മനസ്സിലാക്കാൻ പോകുന്നതെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് വലിയ പണിയൊന്നുമില്ല. എല്ലാ അട്രേസും മറ്റേ മിമീറും തമ്മിൽ ആയിക്കോളും. ഓക്കെ, അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒന്നും ചെയ്യാൻ മറക്കണ്ട. ബാക്കി എന്താ സംഭവിച്ചത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം അതുവരെ see you. നൈസ് അല്ലേ മൊത്തത്തിൽ കാണാനായിട്ട്. ഐ ലൈക്ക് ഇറ്റ്.